എല്ലാവർക്കും നമസ്കാരം. അപ്പം ടെക് വ്ളോഗ്സിൻ്റെ ഇൻട്രോ വീഡിയോ കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് അപ്ലോഡ് ചെയ്ത് ഉദ്ദേശിക്കുന്നത് എൻ്റെ തന്നെ ഫോണിലെ ഒരു യൂസർ റിവ്യൂ ആണ്. നിങ്ങൾ തമിഴ് കണ്ട പോലെ തന്നെ M31S ഒരു ലോങ് ടൈം റിവ്യൂ ആണ്. ഏകദേശം ഞാനൊരു 7 മാസമായിട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ആർക്കൊക്കെയാണ് ഈ ഫോൺ ആപ്റ്റ് ആവുക, ആരൊക്കെയാണ് ഈ ഫോൺ എടുക്കേണ്ടത്, അല്ല ആർക്കൊക്കെയാണ് ഈ ഫോൺ സ്യൂട്ട് ആവുമെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാവുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പം ഇതാണ് നമ്മുടെ ഫോണിൻ്റെ കവർ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ M31S. അപ്പം വളരെ സിമ്പിളായിട്ടുള്ള കവറാണ്. ഇവിടെ ഞാൻ പ്രത്യേകിച്ച് സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല. പിന്നെ എനിക്കൊന്ന് പ്രൈസ് കുറയ്ക്കാനുള്ള ഭാഗമായിട്ട് വേണം ഇതൊക്കെ ഒഴിവാക്കിയെന്ന് തോന്നുന്നു. ഞാൻ ഏകദേശം 2020 സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് എന്ന് വെച്ചാൽ 1-ാം തീയതി സെപ്റ്റംബർ ഫസ്റ്റിനാണ് എടുത്തത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഉള്ളത് ഞാൻ വാങ്ങിച്ചത് ആമസോൺ പേബിൾസും പേപ്പറും കാര്യങ്ങളൊക്കെയാണ്. അതിനുള്ളത് 27 വോൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറുണ്ട്. യൂസർ മാനുവലാണ് കേട്ടോ. 27 വോൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറുണ്ട്. ഒരു ഫാസ്റ്റ് ചാർജറുണ്ട്. പിന്നുള്ളത് ഒരു സിം എജക്ടർ പിന്നുണ്ട്. പിന്നുള്ളത് ഒരു USB Type-C കേബിളാണ്. പിന്നെ ഓഡിയോ ജാക്കുണ്ട്. നമുക്കറിയാം മിക്ക ഫോണുകളും ഓഡിയോ ജാക്കൊക്കെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഫോണിലേക്ക് കിടക്കാം. അപ്പം ഇതാണ് ഫോൺ M31S. അപ്പം ഇത് ഏകദേശമായിട്ട് 8 മാസമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നു. ഇപ്പോൾ എന്തുണ്ടോ ബാക്കൊക്കെ കണ്ടോ, ഇവിടെ ചെറിയ പാച്ച് പോലൊക്കെ വന്നിട്ടുണ്ട്. വെച്ചാൽ ഈ കവർ ഇട്ടിട്ട് അതിനകത്ത് കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് ഇങ്ങനെ ആവുന്നതാണ്. ഇത് പോകത്തില്ല. ഇത് പ്ലാസ്റ്റിക് അല്ല ഗ്ലാസ് അല്ല, രണ്ടിൻ്റെ മിക്സ് ആയിട്ടുള്ളൊരു ബോഡിയാണ്. പിന്നെ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. ഡിസ്പ്ലേ അത്യാവശ്യം നല്ല വലിയ ഡിസ്പ്ലേ തന്നെയാണ്. ഹാൻഡിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും വലുതല്ല. ഇപ്പോൾ ഇതിൻ്റെ അടുത്ത സെഗ്മെൻറ്റ് M51 നോക്കുവാണെങ്കിൽ കുറച്ചും കൂടെ വലിയ ഫോണാണ്. ഏകദേശം ഇച്ചിരി കൂടെ വലിയ ഡിസ്പ്ലേ ആണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ഹാൻഡിയാണ്. പിന്നെ പലരും ഇപ്പം റെഡ്മി, റിയൽമി, ഷിയോമി അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ബ്രാൻഡ്സുകൾ ഒരുപാട് യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും. അപ്പം പലർക്കും സാംസങ് എടുക്കാൻ ഒരു പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹാങ് ആവുമോ എന്നുള്ളൊരു ഇഷ്യൂ കൊണ്ടാണ് സാംസങ് പലരും എടുക്കാത്തത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ലോങ് ടൈം സാംസങ് യൂസറാണ്. ഏകദേശം ഒരു 10 വർഷമായിട്ട് സാംസങ്ങിൻ്റെ മിക്ക ഫോൺസും അവരുടെ മിക്ക പ്രോഡക്ട്സും ഒക്കെ യൂസ് ചെയ്ത് പരിചയമുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഒരു S3 ഉണ്ടായിരുന്നു നേരത്തെ, അത് ഏകദേശം 8 കൊല്ലത്തോളം ഉപയോഗിച്ചു. അപ്പോൾ ആ ഫോണടക്കം ഭയങ്കര ഹാങ് ആയിരുന്നു. അതിൻ്റെ റാം എന്ന് പറഞ്ഞാൽ 863 റാം ആയിരുന്നു. അത്രയേ ഉള്ളായിരുന്നു എൻ്റെ റാം കപ്പാസിറ്റി. എക്സോണസിൻ്റെ പ്രോസസ്സറൊക്കെ ആയിരുന്നു. അപ്പം പഴയ ആ ഇത് വെച്ചിട്ടായിരിക്കും പലരും അങ്ങനെ വേറെ ചെയ്തത്. പക്ഷേ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്നാലും സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറിൻ്റെ അത്ര എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും വളരെ നല്ല മികച്ച ഒരു ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഒരു ഫോണിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പം ആൻഡ്രോയിഡ് 11 അപ്ഡേറ്റ് ഇട്ടിട്ട് ഏകദേശം 1 മാസമായി. ഒന്നും കൂടെ സ്മൂത്തായി. മറ്റേതൊരു ഗ്ലിച്ചൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ ആപ്സിലോട്ട് പോകുമ്പോൾ ഞാനത് ഓഫാക്കിയിട്ട് ഇപ്പോൾ ആപ്സിലോട്ട് പോകുമ്പോഴൊക്കെ ഗ്ലിച്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം കുറച്ച് പേർക്ക് റെക്കമെൻഡ് ചെയ്തത് ഞാൻ ഈ ഫോണാണ്. അവരൊക്കെ എടുത്തു. വളരെ നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത്. അപ്പം നിങ്ങളൊരു ഗെയിമർ അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നൊരു ഫോൺ തന്നെയാണ് ഇത്. വളരെ നല്ല സ്പെക്കും കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ ക്യാമറയാണ്. ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. 64mm IMX സെൻസർ, സോണിയുടെ തന്നെ സെൻസറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 4 ക്യാമറയാണ്. 64 മെഗാ പിക്സലിൻ്റെ IMXൻ്റെ മെയിൻ ക്യാമറ, പിന്നെ 12 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ. സാധാരണ വൈഡ് ആംഗിൾ ഷോട്ട്സ് എടുക്കുമ്പം ഈ അതിൻ്റെ കോർണേഴ്സ് ബേഴ്സ്റ്റായി പോകാറുണ്ട്. അപ്പം ആ ഒരു ഇഷ്യൂ ഇതിനകത്ത് കണ്ടിട്ടില്ല. നല്ല രീതിയിൽ കളർ കാലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ലോഡാവാൻ ഇത്തിരി സമയം എടുക്കുന്നുണ്ട്. അതും എനിക്കൊന്ന് എക്സറൈസിൻ്റെ പവറായിരിക്കണം. പക്ഷേ പണ്ട് പോലെ എക്സറൈസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കൊരു വലിയ ഇഷ്യൂസ് തോന്നിയിട്ടില്ല. മൾട്ടിമീഡിയ എക്സ്പീരിയൻസിന് ഫോൺ അടിപൊളിയാണ്. നിങ്ങളൊരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് യൂസറാണ്, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് വേണം, നിങ്ങൾക്ക് അത്യാവശ്യം ഗെയിം, ഇപ്പം ഞാൻ കളിക്കുന്ന ഗെയിമൊക്കെ കണ്ടിട്ടുണ്ടോ, ക്ലാഷ് ഓഫ് ക്ലാൻസ്, മിനി മിൽഷ്യൊക്കെയാണ് കളിക്കുന്ന ഗെയിം. അപ്പം ഹൈ റണ്ടർ ഗെയിംസ് നമുക്ക് കളിക്കാം. ഇപ്പം സ്മൂത്ത് അൾട്ര വരെ PUBG സപ്പോർട്ട് ചെയ്യും. ഞാൻ ഒരു PUBG കളിച്ചിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കാൻ നോക്കാം. കാരണം ഒരു ഗെയിമർ അല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ കളിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയും. അങ്ങനെ ഒരു ഫുൾ ഡെപ്ത് ഗെയിമിംഗ് റിവ്യൂ വേണമെങ്കിൽ
ഇത് അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഈ ഫോൺ ആർക്കൊക്കെയാണ് പറ്റുക എന്നുള്ളതാണ്. അപ്പം 8 മാസത്തെ യൂസിന് ശേഷം പലരും പറയുന്നുണ്ട് സാംസങ് കുറേ കഴിയുമ്പോഴത്തേക്കും എക്സോണൈസ് ചിപ്സെറ്റ് ലാഗാവും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പഴയ പെർഫോമൻസ് കിട്ടത്തില്ല. ഇപ്പോൾ ഏകദേശം 6-7 മാസമായി ഇതുവരെ ഒരു പ്രശ്നവുമില്ല. അത്തരത്തിൽ ആ വാങ്ങിച്ചപ്പോൾ ഉണ്ടായ പെർഫോമൻസിനേക്കാൾ നല്ല മികച്ച പെർഫോമൻസ് ആൻഡ്രോയിഡ് 11 അപ്ഡേറ്റിന് ശേഷം കിട്ടിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ബഗ്ഗും കാര്യങ്ങളൊന്നുമില്ല, ട്രാൻസ്പെറൻ്റ് ഒക്കെ നോട്ടിഫിക്കേഷൻ പാനൽ. അപ്പം ഇത് ആൻഡ്രോയിഡ് 11 കുറിച്ച് 1UI 3.1 ആണ് ഇതിൻ്റെ വേർഷൻ. ഇത് ഔട്ട് ഓഫ് ബോക്സ് എനിക്ക് കിട്ടിയത് ആൻഡ്രോയിഡ് 10 ആയിരുന്നു. ഇപ്പോൾ ആൻഡ്രോയിഡ് 11 ആയി, അപ്ഡേറ്റിന് ശേഷം ആൻഡ്രോയിഡ് 11 ആയി. വളരെ സ്മൂത്തായിട്ട് നല്ല രീതിയിൽ ഓപ്റ്റിമൈസ് ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർ തന്നെയാണ് M31S. പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും, ആപ്പ് ഓപ്പണിങ്ങിനൊക്കെ വളരെ സ്മൂത്താണ് ഫോൺ. പ്രത്യേകിച്ച് എൻ്റെ ക്യാമറ, അതാണ് എൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പം ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഹണ്ടിങ് ഇഷ്യൂസ് ഉണ്ട്, ഫോക്കസ് ഹണ്ടിങ് ഇഷ്യൂസ് എന്ന് പറയും. പലരും സാംസങ്ങിൻ്റെ പല റിവ്യൂസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഫോക്കസ് ഹണ്ടിങ് ഇഷ്യൂസ് എന്നുള്ളത്. അപ്പം ഫോക്കസ് ഹണ്ടിങ് ഇഷ്യൂസ് ഇതിനകത്ത് അത്രത്തോളം ഇല്ല, എന്നാൽ പോലും ഒരു ചെറിയ രീതിയിലുണ്ട്. അപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഫോണ് സാംസങ്ങിൻ്റെ A20s ആണ്. അപ്പം ഇതിൻ്റെ അത്രയും ക്ലാരിറ്റി ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ഇതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോകൾ നമുക്ക് റെഡിയാക്കി വരാം. അപ്പം ഈ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ സ്പെക്സ്. ഇപ്പം നിങ്ങളൊരു സാംസങ് ലവർ, ഒരു പുതിയ സാംസങ് നിങ്ങളൊരു ലോങ് ടൈം ആയിട്ട് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, മൾട്ടിമീഡിയ ആണ് നിങ്ങളുടെ മെയിൻ ഇത് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫോൺ തന്നെയാണ്. പിന്നെ ഇത് മെയിൻ ഒരു ഇഷ്യൂസ് എന്ന് പറയുന്നത് ഹെഡ്ഫോൺ. അത് ഒരുപാട് പേര് പറയാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. ഹെഡ്ഫോൺ ജാക്ക് ചെറിയ എന്തോ ഒരു അനോയിങ് നോയ്സ് വരുന്നുണ്ടെന്നുള്ളത്. സത്യം പറയാൻ അത് നോട്ടീസ് ചെയ്യില്ല ഞാൻ തന്നെ 3 മാസത്തിന് ശേഷം പലരും എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ കമൻറ്റ് അങ്ങനെ അടുത്തവരങ്ങനെ പറയുമ്പോഴാണ് നമ്മളങ്ങനെ ഒരു നോട്ടീസ് ചെയ്തത്. പക്ഷേ അവർ അപ്ഡേറ്റിന് ശേഷം അത് കുറച്ച് വന്നിട്ടുണ്ട്. എന്തോ ഒരു ചെറിയൊരു അനോയിങ് നോയ്സ് അതിനകത്ത് വരുന്നത്. പക്ഷേ അത് വളരെ ലോ വോളിയത്തിൽ മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു കോൺസ് എന്ന് പറയാനുള്ളത്. പിന്നെ കോൺസ് എന്ന് പറയുന്നത് എക്സോണൈസ് തീർച്ചയായിട്ടും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മറ്റ് ബ്രാൻഡുകൾ സ്നാപ്ഡ്രാഗണിൻ്റെ 720G 730G ഒക്കെ തരുമ്പോൾ സാംസങ് ഇപ്പോഴും എക്സോണൈസ് 9611 തന്നെയുള്ളതാണ്. ഇതൊരു 10 നാനോ മീറ്റർ ചിപ്സെറ്റാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെക്കെല്ലാം അടിപൊളി 2.3 GHz ക്ലോക്ക് സ്പീഡ് മീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രോട്ട്ലിങ് ഇഷ്യൂസ് ഉണ്ടാകും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷേ എന്നാലും വലിയ കുഴപ്പമില്ല, 720Gയുടെ ഒക്കെ ലെവലായിരിക്കും. പിന്നെ കാരിയർ അഗ്രിഗേഷൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ റേഞ്ചിൽ കിട്ടുന്നുണ്ട്, അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. അതായത് ചിലർ അങ്ങനെ പറയുമ്പോൾ റേഞ്ചിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, പക്ഷേ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ജിയോ ആണ്, അകത്ത് 2 ഞാൻ ശരിക്കും ഇൻഡോറിലാണ്, എന്നിട്ടും 2 സിഗ്നലുണ്ട്. മറ്റ് സ്നാപ്ഡ്രാഗൺ ഫോൺസിൻ്റെ ഇവിടെ ഉള്ളതിനകത്ത് തന്നെ ഒരു സിഗ്നലിൻ്റെ ഇവിടെ 3 സിഗ്നലൊക്കെ കിട്ടാറുണ്ട്. ഏകദേശം ഓൾമോസ്റ്റ് സെയിമൊക്കെ തന്നെയാണ്, അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. ഈ ഒരു ചിപ്സെറ്റിൽ LTE മോഡം തന്നെ വരുന്നുണ്ട്, ഒരു 600 MB ബാൻഡ് സപ്പോർട്ട് ചെയ്യുന്ന 4Gയുടെ ഒരു മോഡം ഈ ഫോണിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ഫോൺ എടുത്തിട്ട് ഒരു 7 ദിവസം റഫായിട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്ത് നോക്കണം എല്ലാ രീതിയിലും. അപ്പം ഈ ഫോൺ ഇനി ആർക്കൊക്കെയാണെന്ന് ഞാൻ പറയാം. ഈ ഫോൺ മെയിനായിട്ട് ഉള്ളത് അത് നിങ്ങളൊരു സാംസങ്ങിലേക്ക് വരുന്ന ഒരാളാണെങ്കിൽ, ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഫോണാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു സ്നാപ്ഡ്രാഗൺ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് M50 മുന്നോട്ട് പോകാം. അല്ല നിങ്ങൾക്ക് അത്യാവശ്യം ബഡ്ജറ്റിൽ ഇതിപ്പോൾ അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരു 16-17 രൂപയ്ക്ക് ഇതിപ്പം ഓൺലൈനിൽ കിട്ടുമെന്ന് തോന്നുന്നു. ഇപ്പോൾ പ്രൈസ് ഞാൻ എടുത്ത സമയത്ത് 19,500 6GB 128 വേരിയൻ്റ് ആണ്. അപ്പം ഒരു മികച്ച ഡിസ്പ്ലേ, അത് ഹൈലൈറ്റാണ്, അത് നമുക്ക് 100 മാർക്ക് കൊടുക്കാം. പിന്നെ പ്രോസസ്സർ നമുക്കൊരു 10ൽ 7 മാർക്ക് കൊടുക്കാം. എനിക്കൊരു ഇഷ്യൂസും തോന്നിയിട്ടില്ല. എന്നാൽ സ്നാപ്ഡ്രാഗൺ അത്ര സ്മൂത്ത് അല്ല, ചെറിയ ഗ്ലിച്ചൊക്കെ എവിടെ വേണമെങ്കിലും കാണാം. പക്ഷേ അതർവൈസ് ഇറ്റ്സ് പെർഫെക്റ്റ്. ആപ്പ് ഓപ്പണിംഗ് സ്പീഡൊക്കെ തന്നെ വളരെ സ്മൂത്താണ്. ഇപ്പം നിങ്ങൾക്ക് തന്നെ കണ്ടാൽ കഴിയും, വളരെ സ്മൂത്താണ്. ഇതിൻ്റെ ഓപ്പറേഷൻസൊക്കെ തന്നെ എല്ലാം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. ആപ്പ് ഓപ്പണിംഗ് സ്പീഡൊന്നും അങ്ങനെ 8 മാസത്തിന് ശേഷം പ്രൊസസ്സർ സ്ലോ ഇഷ്യൂസ് അങ്ങനെയൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. വളരെ നല്ല മികച്ച ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഈ ഫോൺ എടുക്കുന്നവർ എന്ന് വെച്ചാൽ ഭയങ്കര ഹാർഡ് കോർ ഗെയിമിങ് ഇത് സപ്പോർട്ട് ചെയ്യും, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് കളിക്കുമ്പോഴത്തേക്ക് ഫ്രെയിം ഡ്രോപ്സ് വരും. അത് എക്സനൈസിൻ്റെ GPU സൈഡ് അത്ര സ്ട്രോങ് അല്ല. ഈ 73 ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതൊരു പഴയ GPU ആണ്, അവരിപ്പോഴും അത് മാറ്റിയിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ഒരു നല്ല മികച്ച മൾട്ടിമീഡിയ എക്സ്പീരിയൻസ്
മികച്ച ക്യാമറ, അത്യാവശ്യം ഇങ്ങനത്തെ ചെറിയ ചെറിയ ഗെയിംസൊക്കെ നമുക്ക് കളിക്കാം. ഗെയിംസ് ഞാൻ പറഞ്ഞാൽ PUBG 2 GB അതുവരെ കളിക്കാം കുഴപ്പമൊന്നുമില്ല, ഇഷ്യൂസൊന്നുമില്ല. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് കളിക്കാൻ പറ്റത്തില്ല. 720 730 അത്ര പെർഫോമൻസ് കിട്ടത്തില്ല. ഈ ഒരു ചിപ്സെറ്റ് മീറ്റ് ചെയ്യുന്നത് സ്നാപ്ഡ്രാഗൺ 765 ഒക്കെ ആയിട്ടാണെന്ന് തോന്നുന്നു. അതിനെക്കാട്ടിയും അതിൻ്റെ ആ ഒരു ലെവൽ അല്ല ആ ഒരു താഴെയായിരിക്കും ഈ 9611 മീറ്റ് ചെയ്യുന്നത്. അപ്പം എക്സനൈസ് നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ ബാക്കി എല്ലാം ഇതിനകത്ത് ഗുഡാണ്. കോൺസ് എന്ന് പറയാൻ എക്സനൈസ് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അതൊരു മൾട്ടിമീഡിയ യൂസിനാണെങ്കിൽ അതൊരു കോൺസാണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്യാമറ റിവ്യൂ, വീഡിയോ റിവ്യൂ, ഗെയിം റിവ്യൂസും വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്യാമറ വീഡിയോ റിവ്യൂ ഞാൻ ഇതിപ്പോൾ ഈ വീഡിയോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹൈലൈറ്റ് വീഡിയോ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും. അപ്പം കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തൊക്കെ അറിയണോ ആ രീതിയിലുള്ള കമൻസുകൾ നിങ്ങൾ ഇട്ടാൽ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മാക്സിമം നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം. അപ്പം ഇനി നമ്മൾ ഇതിൻ്റെ ഇൻ്റർനെറ്റ് വീഡിയോ, ഫോട്ടോസ്, റിവ്യൂസ് ആണെങ്കിൽ അതിടാം. പിന്നെ ജെന്യുവൻ ആയിട്ടുള്ള കാര്യം പറയത്തുള്ളൂ, വെറുതെ എടുത്താലും പണി വാങ്ങേണ്ട കാര്യമില്ല. ഞാൻ തന്നെ ഇത് 4-5 പേർക്ക് റെക്കമെൻഡ് ചെയ്ത് 4-5 പേരോളം എടുത്തിട്ടുണ്ട്. അതൊരു സാംസങ്ങിൻ്റെ വേറെ ഫോണാണ് ഇത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ്ലി സാംസങ് ആണ് ഞാൻ യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഇൻഡെപ്തായിട്ട് പറയാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഏകദേശം 8 മാസമായിട്ട് യൂസ് ചെയ്യുന്നത്, ഒരു ഇഷ്യൂസ് ഇല്ല. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് സെക്ഷനിലോട്ട് വരിക. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു വീഡിയോ ആണ്, പരിചയക്കുറവുണ്ട്, വീഡിയോ എഡിറ്റിങ്ങും ഒക്കെ തന്നെ വളരെ പരിതാപകരമാണ്. പക്ഷെ നിങ്ങളുടെ സപ്പോർട്ടുകളുണ്ടെങ്കിൽ നമുക്ക് കുറേ കൂടെ മെച്ചപ്പെടുത്തിയിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പം ഈ ഫോൺ ഞാൻ പറഞ്ഞല്ലോ, ഈ ഫോൺ ഏറ്റവും കൂടുതൽ സ്യൂട്ടാണ്. നിങ്ങളൊരു സാംസങ് ലവറാണ്, നിങ്ങൾക്ക് ലോങ് ടൈം ആയിട്ടൊരു ഫോൺ യൂസ് ചെയ്യണം, നിങ്ങളൊരു ഹാർഡ് കോർ ഗെയിമർ അല്ലെങ്കിൽ നിങ്ങൾ മികച്ച ഫോട്ടോസും വീഡിയോസും ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, നല്ല മികച്ച ബാറ്ററി ലൈഫ് നിങ്ങളുടെ ഒരു ഇതാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഫോണാണ് ഈ സെഗ്മെൻറ്റിൽ എന്ന് തന്നെ പറയാം. ഇത് പ്രത്യേകിച്ച് ഡിസ്പ്ലേ, അതാണ് എൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. എന്നെ ഏറ്റവും അടുപ്പിക്കുന്നതും സാംസങ്ങിന് വിട്ടുപോകാൻ തോന്നാത്തതിൻ്റെ ഡിസ്പ്ലേനാണ്. വൺസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ബ്രാൻഡിൻ്റെ ഏത് അമോലെഡ് എന്ന് പറഞ്ഞാലും ദിസ് ഈസ് എ പെർഫെക്റ്റ് വൺ. കാരണം സാംസങ് തന്നെയാണ് ബാക്കിയുള്ളവർക്കും ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇത് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കാം. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ വീഡിയോ ഉണ്ടായിരുന്ന പോരായ്മകളെ കുറിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ ഗുഡ് ബൈ.